ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മെസ്സേജ് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയം ഈ വീഡിയോ കാണുന്നവർക്കായി എന്ത് സ്പെസിഫിക് മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഒരു കാര്യം നിങ്ങളെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ, ആങ്സൈറ്റി എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന പല പല സന്തോഷങ്ങളും ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവാം. എപ്പോഴും ഇത് മനസ്സിനുള്ളിൽ ഒരു വിങ്ങലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ആ ഒരു കാര്യം എന്താണോ, ആ ഒരു എനർജി റിലീസ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് വരിക. കാരണം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടുന്ന ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു എനർജി നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ തടസ്സപ്പെട്ടു പോവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്നില്ല. കാരണം നിങ്ങൾ പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യാൻ തയ്യാറല്ല. ആ ഒരു ബ്ലോക്കേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ നിരന്തരമായിട്ട് വിഷമിപ്പിക്കുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നുണ്ട്. ഒരു വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പോലും ചിലപ്പോൾ വിചാരിക്കുന്ന ഒരു ലെവലിനേക്കാളും ഉള്ള ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു മാറ്റമായിരിക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തടസ്സം നിങ്ങൾ മാറ്റുക. സെൽഫ് ലവ് ചെയ്ത് മുന്നിലേക്ക് വരിക. ഏത് കാര്യത്തിനാണ് നിങ്ങൾ ഡിപ്രഷനായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നതെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചൂസ് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു നല്ലൊരു മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ, ജേർണലിംഗ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 100% ട്രസ്റ്റ് കൊടുത്ത് തന്നെ യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് തന്നെ നിങ്ങളത് ചെയ്യുക. അങ്ങനെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സെൽഫ് ലവ്, മെഡിറ്റേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളിലേക്ക് വരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് പോസിറ്റീവ് എനർജീസ് വീണ്ടും വീണ്ടും കടന്നു വരാൻ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കടന്നു വരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.